മാമ ഇവരിൽ ആർക്കായിരുന്നു വേഗത കൂടുതൽ? മിൽക്കി ആയിരുന്നു സ്പ്രിൻറ്റർ. ജിമ്മിയുടെ ഐറ്റം 400-800 ഒക്കെ ആയിരുന്നു. 82 ഡൽഹി. വാ ഇരിക്കും. ആ ഇത് 86 കൊറിയ. കണ്ടോ, ആ വർഷം പി ടി ഉഷയ്ക്ക് 5 മെഡലായിരുന്നു. 4 സ്വർണ്ണം 1 വെള്ളി. ഓ അതൊക്കെ ഇപ്പം ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ, ദേ ഓ രോമാഞ്ചം കൊണ്ട്. ഇത്താത്താനുമ്മ വിളിക്കുന്നു. എന്നാ ഞാനങ്ങോട്ട് പോട്ടെ. വാ വാ എന്താ ഇവിടെ ഇരിക്കേ. അതെ, ഉമ്മയൊന്നും വിളിച്ചില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. ഓഹോ. ഇത്താത്ത, എനിക്കിപ്പോ ഇത്താത്താടെ ഇൻസ്റ്റ ഐഡി എന്ന് പറഞ്ഞുതരോ? എന്തിനാ? അതൊക്കെ ഉണ്ട്. കാര്യം എന്താന്ന് പറഞ്ഞാ തരാം. ഇത്താത്ത തരാൻ പറ്റുമോ ഇല്ലയോ? എന്തൊരു കഷ്ടമല്ലേ. അല്ലെങ്കിലും നമ്മുടെ റോഡിലൂടെ വണ്ടി ഓടിക്കാൻ ഭയങ്കര ടാസ്ക് ആയിട്ട്. ആകെ ഒരടി വീതിയുള്ള റോഡിലൂടെ ഒന്ന് കട്ട് ചെയ്യുമ്പോഴേക്കും സീനാണ്. പിന്നെ ജസ്റ്റ് ഒരു ഓട്ടോ ബാങ്ക് ഓപ്പോസിറ്റ് വന്നപ്പോൾ പണി പാളി. നീ ഒരു കാര്യം ചെയ്യ്, ആ കമ്പനിപ്പടിയിൽ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുക്ക്. അല്ലേക്ക ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കണോ? നീ കൊണ്ടുപോയി കൊടുക്കണം, ഇതിന്റെ പൈസ കൊടുക്കണം. പൈസ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടേ ആകെ പാളീസായിട്ടിരിക്കണേക്ക. യാസ്മിന് വന്നിട്ടുണ്ടായ പ്രധാന മാറ്റം ഒരു പാത്രം പോലും എടുത്തു വെക്കാത്ത ജംഷു ഇപ്പൊ അടുക്കള കയറി എന്നുള്ളതാ. ജംഷു ചെയ്യുന്ന കണ്ടിട്ട് ഷാജിക്ക് അവരെ സ്വന്തം പാത്രം കഴുകി വെക്കാൻ തുടങ്ങി. അപ്പൊ നിന്റെ പണി കുറഞ്ഞല്ലോ. ആ, ഒരു പരിധി വരെ പിള്ളേർക്ക് ഒരിത്തിരി ഒതുക്കം കിട്ടാനായിട്ട് നേരത്തെ കെട്ടിക്കുന്നത് തന്നെ നല്ലത്. ജിമ്മിയുടെ കാര്യമായോണ്ടാ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. കല്യാണമൊക്കെ നമ്മൾ വിചാരിച്ചേക്കാൾ ഉഷാറായി. അതെ അതെ, വിരുന്നിന് മോക്കൊക്കെ എവിടം വരെയായി? എവിടെ വിരുന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഇന്ന് വൈകിട്ട് നൗസാദിന്റെ അവിടെ പോകണം, നാളെ നിലമ്പൂരും. പോകാതിരിക്കാനും പറ്റില്ല. നീ ആ ഫോൺ അവിടെ വെച്ചിട്ട് കഴിക്കുമ്പയ്യും. ഇക്ക, ഞാൻ ഖദീജിത്താനോട് പറയുമായിരുന്നു, കഴിഞ്ഞ ദിവസം യാസ്മിന്റെ വീട്ടിൽ പോയപ്പോ ഫിദയുടെ ഉമ്മ എന്നോട് ജിമ്മിയെ പറ്റി കാര്യമായിട്ടൊക്കെ ഒന്ന് അന്വേഷിച്ചു. അവർക്ക് ഇവനോട് നല്ല താല്പര്യം ഉണ്ടെന്നേ, അല്ലേ ഇക്ക? അതെ അതെ, നമുക്ക് ആ കുട്ടി ഇവന് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ? എനിക്കിഷ്ടായി. നല്ല ഭംഗിയുള്ള കുട്ടിയാ, നല്ല വിദ്യാഭ്യാസം ഉണ്ട്, കാര്യപ്രാപ്തി ഉണ്ട്. ജിമ്മി, നീ എന്തെങ്കിലും ഒരു അഭിപ്രായം പറ. അവനിതൊന്നും ശ്രദ്ധിക്കണ പോലുമില്ല. ജിമ്മി, നീ എന്തേലും ഒന്ന് പറയടാ. നിങ്ങൾ ഈ സംസാരിക്കുന്നത് ഫിദ അറിയുന്നുണ്ടോ? എനിക്ക് ആ കൊച്ചിനോട് സംസാരിച്ചപ്പോ അവക്ക് കല്യാണം കഴിക്കാനുള്ള വൈബായില്ലെന്ന് തോന്നി. എന്താണ് ഈ വൈബ്? വാപ്പച്ചിയുടെ ടെൻഷൻ കണ്ടാ തോന്നുന്നു എനിക്ക് എന്തോ ആ കുട്ടിക്ക് താല്പര്യമില്ലെങ്കിൽ അതിന്റെ ഉമ്മ വന്ന് ഇത്ര കാര്യമായിട്ട് എന്നോട് സംസാരിക്കോ, അല്ലേക്കാ? മോളെ ഫിദ വല്ലതും പറഞ്ഞോ? പിതത്താത്തേക്ക് ചിക്കാക്കാനോട് ഇഷ്ടക്കേടൊന്നുമില്ലെന്ന് എനിക്കറിയാം. ഇനി ഇത് നടക്കുകയാണെങ്കിൽ നല്ലതല്ലേ? അത് പൊളിക്കും. എന്നാ പിന്നെ നമുക്ക് ഇതങ്ങോട്ട് പ്രൊസീഡ് ചെയ്യാം അല്ലേ? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ സംസാരത്തിന്റെ ഇടയിൽ അവരോടൊന്ന് ചോദിച്ചു നോക്കാം നൈസായിട്ട്. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കവിന് ഒഫീഷ്യലായിട്ട് ചോദിച്ചാൽ മതി. അതിന് ഇവനെന്തെങ്കിലും പറയണ്ടേ, എങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ചായക്ക് മെതിടാൻ സമയം തോന്നുന്നു. ചുമ്മാ ജാടാണിക്കണം. ഇപ്പൊ തന്നെ ഫിജത്താത്തിട്ടാണ് ചിക്കാതെ ചാറ്റ് ചെയ്യണേ. പറയാൻ പറഞ്ഞപ്പോ അത് പറഞ്ഞില്ലല്ലോ. അവര് വരുമ്പോ കുടിച്ചോളാന്നല്ലേ പറഞ്ഞത്?
അപ്പൊ കുടിക്കണ്ടേ ഇനി ഇതിന്ന്? അല്ല ടേസ്റ്റോ വേണ്ട, വെറുതെ നോക്കിയിരുന്നാ മതി. അല്ല കടലും കാറ്റും കാമിക്കില്ലേ നീ അവളും ഞാനും പ്രേമിക്കില്ലേ ഇനി ഞാൻ കുറച്ച് കുടിച്ചു. ആ കുടിച്ചോ. അയ്യടാ എനിക്ക് വേണ്ട. ഡീസൻ്റ് ആവും ഡീസൻ്റ് ആവും. ഓക്കെ. നിങ്ങൾ നേരത്തെ എത്തിയല്ലേ? ആക്ക് ഡ്രൈവ് ഷേക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട്. ആണ് ഓർക്കത്തേനും ചിക്കാക്കാനെ വിളിച്ചോണ്ട് വന്നത് ഞാനല്ലേ? അത് ശരി. മറിയത്തിന് എന്താ വേണ്ടേ? ഐസ്. ഫുൾ ഷേക്ക് അടിച്ചിരിക്കും അല്ലേ? അത് കുഴപ്പമില്ല, ഐസ്ക്രീം വേണം. ചോക്ലേറ്റ് പറയാം. ആ ചേട്ടാ, ഒരു 3 ചോക്ലേറ്റ് ഐസ്ക്രീം. വേറെ എന്തെങ്കിലും? വേണ്ട. ഓക്കെ. മിക്കായ എനിക്കുള്ളതാ. ചേട്ടാ, എനിക്കുള്ള ഐസ്ക്രീം ടേബിളിൽ വെച്ചാൽ മതി. പതുക്കെ പറ. ഓ അല്ല, നിങ്ങളുടെ പേരൊക്കെ എന്താ ഇങ്ങനെ? മിൽക്ക, ജിമ്മി? ആക്ച്വലി വാപ്പച്ചി ഭയങ്കര സ്പോർട്സ് പ്രാന്തനായിരുന്നു. നാഷണൽ ലെവൽ അത്ലീറ്റ് ആവണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. പുള്ളി ഓടി ഓടി അവസാനം പി ടി മാഷായി. ഞാനും കുറെ ഓടിയിട്ടുണ്ട്, പക്ഷെ പുള്ളി എന്നെ കൂടുതൽ ഓടിക്കുമായിരുന്നു. താങ്ക് യു. അല്ല, നദീറമ്മയ്ക്ക് ജിമ്മിയെ കെട്ടിച്ചടങ്ങുള്ളൂ, പുറകെന്ന് മാറുന്നില്ല. സ്നേഹം കൊണ്ടാ. ആ ചിരിക്കണ്ട്. പറയാം. റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ അത് തേനപ്പോ വിട്ടു. അങ്ങനെ സ്റ്റഡീസും പ്രാക്ടീസും ഒക്കെ ആയിട്ട് തിരക്കായി പോയി. ഓ, ഞാനീ പറഞ്ഞ പോലെ കോളേജിൽ വെച്ച് തന്നെ വാപ്പച്ചി എന്നെ ഗൾഫിലേക്ക് ചെറുതായിട്ട് പാക്ക് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും അങ്ങനെ കല്യാണം കഴിക്കാനുള്ള മൂടൊന്നും ഉണ്ടായില്ല. ഇതെന്താണിത്? അതവിടെ വെച്ചേ പോയി മോൻ കഴിട്ടോ. നിങ്ങൾ നല്ല കൂട്ടാണല്ലേ? പിന്നെ ആക്ച്വലി ഞാൻ ഗൾഫിൽ പോയ സമയത്ത് വാപ്പച്ചി അമ്മച്ചി മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അവരിത്ര റൊമാൻറ്റിക് ആണെന്ന് ഞാൻ പിന്നീടാണ്. മറിയൻ തമാശയ്ക്ക് തുടക്കിട്ടതാണെങ്കിലും ആ കമ്പനി ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ വീട്ടിൽ പറഞ്ഞിട്ടാ കാണാൻ പോയത്. പിന്നെ പിന്നെ എന്ത് പരിപാടിയാണ് കാണിച്ചത് മോനെ? അത് പോയ നന്നായി, ഇത് കൊള്ളാം. ഇത് തന്നെ നീ ജിമ്മിയോടും കൂടെ ഒന്ന് പറയണം. നല്ലൊരു ദിവസമായിട്ട് അവൻ്റെ വഴി കേൾക്കാൻ തീരെ താല്പര്യമില്ലാത്തതുകൊണ്ടാ. യു ഗോട്ട് മൈ പോയിന്റ്. ആ അവൻ എന്നെക്കുറിച്ചൊന്നും പറഞ്ഞു കാണില്ലല്ലേ? ആ നമ്മളൊരു തീരുമാനമെടുത്ത് ഫിദയുടെ വീട്ടുകാരോട് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ കാര്യങ്ങൾ അറിഞ്ഞത്. ദേഷ്യം വരില്ലേ? ഇതമ്മ അതെഴുതാ. നീ ഇതെവിടെയായിരുന്നു? ഞാൻ ഒരു വണ്ടിയുടെ കാര്യമായിട്ട് പുറത്തു പോയിക്കായിരുന്നു. എന്നിട്ട് കാര്യം നടന്നോ? നടന്നു. ഡേ പഠിത്തത്തിലാണ്. നിനക്കിപ്പോഴും ആ പഴയ പെങ്കൊച്ചോട്ട് ബന്ധമുണ്ടോ? ഞങ്ങളൊന്ന് കണ്ടെന്നുള്ളൂ, വെറുതെ ഒരു കാഷ്വൽ മീറ്റിംഗ്, അത്രേ ഉള്ളൂ. ഞാൻ പോയി ഒരു ഷെയ്ക്ക് അടിച്ചിട്ട് വരാം. മൊത്തത്തിലൊന്ന് തണുക്കേണ്ട ആവശ്യമുണ്ട്. എന്താ അതിൻ്റെ ഉദ്ദേശം? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതുവരെയായിട്ട് ഒന്നും പഠിക്കരുത്, വെറുതെ ഇങ്ങനെ ഓരോന്ന് കാണിച്ച് ജീവിതം കളഞ്ഞു. അതിനിപ്പോൾ ഇവിടെ തന്നെ ഇത്ര ഉറച്ചൊരു ബന്ധം നീ എന്താ വേണ്ടെന്ന് വെച്ചത്? കല്യാണത്തിന്റെ കാര്യമല്ലേ, ആലോചിച്ച് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. ഓ, അല്ലാതെ അവളെ കൊണ്ടോട്ടല്ല. വാ തുറന്ന് ഉത്തരം പറയടാ. ഞാൻ പറഞ്ഞല്ലോ, കാണാൻ വേണ്ടി പോയതല്ല. എടാ, കുറച്ച് ഡിസിപ്ലിനായിട്ട് വർക്ക് ചെയ്തിരുന്നെങ്കിൽ നാഷണൽ ലെവലിൽ അത്ലറ്റ് ആയിന നീ. എനിക്കൊന്നും ചെറുപ്പത്തിൽ ആഗ്രഹിക്കാൻ പറ്റാത്ത സൗകര്യങ്ങളാണ് നിനക്ക് ഞാൻ ചെയ്തു തന്നിട്ടുള്ളത്. അതൊക്കെ നീ കളഞ്ഞത് ആ പെണ്ണിൻ്റെ പേരിലല്ലേ? കാര്യങ്ങളൊക്കെ ഒന്ന് കരക്കെടുത്തെന്ന് വിചാരിച്ചപ്പോൾ ഉടനെ ആ പെണ്ണിനെ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചു.
പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിനക്ക്? അത്രയ്ക്ക് ഫുള്ളാണോ നീ? അതെ, ഞാൻ ഫൂളാണ്. എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു പങ്കും നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ചിലവഴിച്ച ഞാൻ ഫൂളാണ്. ഞാൻ പറഞ്ഞു ബാബുജി എനിക്ക് അത്ലറ്റ് ആവണമെന്ന്. എനിക്കെന്താ വേണ്ടതെന്ന്, എൻ്റെ ആഗ്രഹങ്ങൾ എന്താണെന്നോ നിങ്ങൾ എന്തെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഫിനിഷിംഗ് ലൈനിൽ കയ്യും വിരിച്ച് വരുന്ന സന്തോഷം എന്ന് വിചാരിച്ച ഫൂളാണ് ഞാൻ. ഓരോ തവണ മീറ്റിന് ട്രാക്കിൽ ഇറങ്ങുമ്പോഴുണ്ടല്ലോ പേടിയാണ്, എങ്ങനെ രണ്ടാമതായി നിങ്ങളെങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ഓർത്തിട്ട്. ആ എൻ്റെ ഇമോഷനും ആഗ്രഹവും മനസ്സിലാക്കി എൻ്റെ കൂടെ നിന്നവളാണ് അവള്, നിത്യ. എല്ലാം തകർത്തിട്ട് വന്നിട്ട് അവസാനം വർത്താനം പറയരുത്. ഞാൻ എന്ത് തകർത്തെന്നാ നീ പറയുന്നത്? അവനവൻ്റെ കുറ്റം മറ്റുള്ളവൻ്റെ തന്നെ കെട്ടിവെക്കരുത്. എനിക്ക് നിത്യനെ കല്യാണം കഴിക്കണം എന്നായിരുന്നു. നിങ്ങളന്ന് വന്ന് തല്ലില്ലേ, അതിലെല്ലാം പോയി. വാപ്പി ഉമ്മ ആകുമ്പോഴേ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ ശാസിക ശിക്ഷിക്കുകയൊക്കെ ചെയ്യും. അതിനൊക്കെ മറുപടി പറയേണ്ടതേ 10-15 കൊല്ലം കഴിഞ്ഞിട്ടല്ല. നീ വാ തുറന്ന് ചോദിച്ചിട്ടുള്ള ഏത് കാര്യമാണ് ചെയ്യാതിരുന്നിട്ടുള്ള ഞാൻ? നീ ഇവിടെ ജീവിക്കുന്നത് എൻ്റെ ചെലവിലാണ്. നാട്ടുകാരെ ധരിപ്പിക്കാൻ വേണ്ടി കുറെ കാറ് വാങ്ങിച്ച് മുറ്റത്ത് കൂട്ടിയിട്ടുണ്ട്. മര്യാദയ്ക്കൊന്നും തുപ്പാൻ പോലും സ്ഥലമില്ല. ഈ കൊച്ചിനെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതല്ല, നീ എന്ത് കാര്യമാണ് ഇവിടെ ചെയ്യുന്നത്? എന്നിട്ട് ഞാൻ നിന്റെ ജീവിതം തുലച്ചു എന്നല്ലേ? നാണമില്ലട നിനക്ക് ഇതൊക്കെ പറയാൻ. വാപ്പച്ചി ചോദിച്ചപ്പോ അറിയാണ്ട് പറഞ്ഞു പോയതാ. ചിക്കാക്ക എങ്ങോട്ടാ? ഞാൻ ഗ്യാരേജിലേക്ക്, അവിടെ നിന്ന് വേണം കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ. ഇവിടെ ഇരുന്നും ചെയ്യാലോ. അതൊന്നും ശരിയാവില്ലെന്നേ. എന്താ ശരിയാവത്തെ? മയ്യ വാശി പിടിക്കല്ലേ. ഞാൻ ഒരു കാര്യമില്ല ഒന്നും പറയില്ലെന്ന് അറിഞ്ഞൂടെ? ചിക്കാക്ക ഇനി എപ്പോഴാ കാണാ? ഞാൻ എവിടെ പോനാ? മൈക്കുട്ടി വിളിച്ചാൽ ഞാൻ ഓടി വരില്ലേ? ഷോറൂമിന്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുമിച്ച് നിൽക്കാലോ. ഏട്ടാ നീ എങ്ങോട്ടാ ഈ പോണേ? ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ലമ്മ. അത് വാപ്പച്ചി ദേഷ്യം വന്നപ്പോ പറഞ്ഞല്ലേ മോനെ. എന്ന് വെച്ചേ വാപ്പച്ചിക്ക് മാത്രമല്ല ദേഷ്യമുള്ളത് മോനെ. ചിക്കാക്ക ഇനി പോണോ? ചിക്കാക്ക പോയാലേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പോയിട്ട് വരാം. നിങ്ങളുടെ പഴയ മുരട്ട സ്വഭാവമൊക്കെ മാറിയെന്നാ ഞാൻ വിചാരിച്ചേ. ഞാനും. ഗുഡ് മോർണിംഗ്. എന്ത് പറ്റി പെട്ടെന്ന് വണ്ടികളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് മാറാൻ? അല്ല,
കുറച്ചാളായിട്ട് ആലോചിക്കുന്നു. ഇപ്പൊ സാഹചര്യം ഒത്ത് വന്നപ്പോ ഇതിവിടെ കൊണ്ടിട്ട് കാര്യം സലാവുവിനോട് പറഞ്ഞു. പറയണം. ഒരു കാര്യം ചെയ്യേ, ബാക്കി ക്യാഷ് കൊടുത്ത് ഈ സ്ഥലം തീർപ്പാക്കാൻ നോക്ക്. അല്ലെങ്കിൽ പെട്ടെന്ന് പറയുമ്പം അത് എൻ്റെ ബുദ്ധിമുട്ടൊക്കെ അങ്കിളിന് അറിയാലോ. എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം, ഒരു വിലയിട്ടിട്ട് ഈ വണ്ടികളൊക്കെ ഞാൻ എടുക്കാം. സലാവിന് കൊടുത്ത 10 ഞാൻ തരാം. പിന്നെ കച്ചവടം ഞാനും സലാവും തമ്മിലായല്ലോ. ജിമ്മിയുടെ തൽക്കാലത്തെ പ്രശ്നവും തീരും. എന്തേ? അല്ല അച്ഛൻ അങ്ങനെയല്ലായിരുന്നല്ലോ നേരത്തെ പറഞ്ഞിരുന്നത്. മുമ്പത്തെ പോലെയല്ലല്ലോ ഇപ്പൊ കാര്യങ്ങള്, അല്ലേ ജിമ്മി? അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ അങ്കിള് കൂടെ ഉണ്ടാവണം. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ഇനി ജിമ്മി ആലോചിച്ച് പറയും. ആടാ പേടിക്കണ്ട, അച്ഛനോട് ഞാൻ ഒന്നോടെ സംസാരിച്ചു നോക്കാം. എപ്പോ ചെന്നിട്ട് എന്നാ പോ. വെള്ളം കുടിക്കേ. ഹലോ. ആ ഹലോ ജിമ്മി, താൻ വീടോട്ട് ഇറങ്ങി കേട്ടല്ലോ, എന്താ സംഭവം? ഞാൻ ഒരു അവസരം നോക്കിക്കുമായിരുന്നു, ഇപ്പോഴേ ചാൻസ് കിട്ടിയത്. എൻ്റെ അറിവിൽ അവർക്ക് കുറച്ച് സ്നേഹക്കൂടുണ്ടെന്നല്ലാണ്ട് അങ്ങനെ പ്രശ്നക്കാരൊന്നും അല്ലല്ലോ. നമുക്കങ്ങനെ പുറത്ത് നോക്കിയാൽ കാണാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ചില വീട്ടിലുണ്ടാവില്ലേ? ഇപ്പൊ തൻ്റെ വീട്ടിലും കാണും. ഓക്കെ. അല്ല, ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, താൻ നിത്യയെ കണ്ടിരുന്നോ? സംസാരിച്ചോ? ആ സംസാരിച്ചു. അല്ല, നിങ്ങൾ കണ്ടതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇല്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നല്ലായിരുന്നു. എന്നോട് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എടോ, ഞാൻ തന്നോട് പറയാൻ വരികയായിരുന്നു. ജിമ്മി, ഞാൻ വിളിക്കാം, കുറച്ച് തിരക്കില്ല. ഇത് എത്രാമത്തെ പ്രാവശ്യം കാണണേ? അവൻ ഉറങ്ങിയോ? ആ, എനിക്ക് നല്ല വിശപ്പ്. നല്ല മൂഡിലെല്ലാം തോന്നുന്നു. നീ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലേ ഇങ്ങനെ വിശക്കാനായിട്ട്? ആ ഡ്രസ്സൊന്ന് മാറിയിട്ട് നിനക്ക് ഇരുന്നൂടായിരുന്നോ? പപ്പടല്ലേ അമ്മേ? അച്ഛനും അതെ മോളും അതെ, ഒരു കാര്യം പറഞ്ഞ് കേൾക്കില്ല. മോളെ പോയിട്ടെന്തായി? സ്ഥിരം പരിപാടി തന്നെ. അയാൾ വന്ന് മാന്യം കളിച്ച് ബാക്കി എല്ലാവരെയും മണ്ടന്മാരാക്കിയിട്ട് പോയി. വക്കീൽ എന്ത് പറഞ്ഞു? എന്തു പറയാന്, ഇതൊക്കെ തന്നെ. ഇനിയിപ്പോ നമ്മളെന്താ ചെയ്യാ? ഇതെന്തായാലും ഡിവോഴ്സിലേ ചെന്ന് എത്തുള്ളൂ. അത് മാക്സിമം നീട്ടിക്കൊണ്ടുപോകാൻ മാത്രം ഇയാളെ കൊണ്ട് പറ്റും. എന്നെ ബുദ്ധിമുട്ടിക്കാന്നല്ലാതെ വേറെ യാതൊരു ഉദ്ദേശവും അയാൾക്കില്ല. മോളുടെ മനസ്സിപ്പോഴും വക്കീൽ ഓഫീസ് തന്നെയാണോ? ഏയ്, ധ്രുവിന്റെ ഫുട്ബോൾ ക്യാമ്പിൽ വെച്ച് ജിമ്മീനെ കണ്ടിരുന്നു. അതിനിങ്ങനെ നോക്കണ്ട, ജസ്റ്റ് കണ്ടു, കുറച്ചേരം സംസാരിച്ചിരുന്നു, അത്രേ ഉള്ളൂ. എണീറ്റോ? വരാം. ഇനി ഇതാലോചിച്ച് നേരം വെളുപ്പിക്കണ്ട.
ധ്രുവന്റെ പപ്പയെ ഞാൻ വരുന്ന വഴി കണ്ടിരുന്നു. ഇമോഷണലായിട്ടാണ് ആള് സംസാരിച്ചത്. പക്ഷെ മാം ആള് ജെന്യൂനാണെന്നാണ് എനിക്ക് തോന്നിയത്. ഇതൊക്കെ കോടതിയിലുള്ള കാര്യങ്ങളല്ലേ അഞ്ജു മാം. വെറുതെ എന്തിനാ ഇതൊക്കെ തലയിലെടുത്ത് വെക്കണേ? ഇനി കണ്ട സംസാരിക്കാൻ നിൽക്കണ്ട. We should be honest, respect the rights and properties of others on internet. Do not use computers to harm other users. Do not use computers to steal others' informations. നമുക്ക് നിർത്താല്ലേ? ഇങ്ങനെ അടച്ചിരിക്കാതെ കേട്ടണം തുറന്നിട്ടെ. യെസ് മാം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് സ്കൂൾ തുറക്കുമ്പോൾ മിക്കപ്പോഴും മഴയായിരിക്കും. വെളിച്ചമില്ലാത്തതുകൊണ്ട് ടീച്ചർമാരെ ക്ലാസ്സും എടുക്കില്ല. ഞങ്ങളിങ്ങനെ മഴയൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും. ഈ മൂടല്ലേ മാം? നിനക്ക് ഫോണൊന്ന് ഓണാക്കി വെച്ചൂടെ? വിളിച്ചിരുന്നോ? ഇല്ല. പുതിയ സ്പേസിലേക്ക് മാറിയെന്ന് കുട്ടിശ്രീ പറഞ്ഞിട്ട് അറിഞ്ഞ. തിരക്കിട്ട് വന്നുകൊണ്ട് ഗിഫ്റ്റ് ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. കൊള്ളാലോ, സ്പേസ് കൊള്ളാം. ഞാൻ കാര്യമായിട്ട് പറഞ്ഞ. മറിയം വരാറില്ലേ ഇവിടെ? അവള് ഇതൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഡൗൺ ആവും. ബിസിനസ് പാർട്ണറല്ലേ. ഞാനാകെ ഡിപ്രഷനൊക്കെ അടിച്ച് ഓഫായി നടക്കുന്ന സമയത്താണ് മറിയും ഉണ്ടാവുന്നത്. പിന്നെ അവളുടെ കൂടെ അങ്ങ് കൂടി. ഇപ്പൊ അവള് മിസ് ചെയ്യുന്നുണ്ട്. അന്ന് എൻ്റെ ബാബുജി നിന്നെ കെട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടായ ഞാൻ ഒരു മണ്ടനെ പോലെ ഇരുന്നില്ലേ, അതിപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. അന്നൊക്കെ എനിക്കിതിനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വിട്ടു. ഹസ്ബൻഡായിട്ട് എന്താ പ്രോബ്ലം? നിന്റെ ആക്ടിവിറ്റീസൊക്കെ ഇങ്ങനെ ഒരാൾ കൺട്രോൾ ചെയ്ത് എങ്ങനെ ഉണ്ടാവും? നമുക്ക് തിരിച്ചൊന്നും ചെയ്യാൻ കഴിയാതെ. എൻ്റെ പ്രഗ്നൻസി ടൈമിലൊക്കെ എനിക്കിങ്ങനെ കുറേ സംസാരിക്കണം തോന്നുമായിരുന്നു. ആ സമയത്ത് പോലും എൻ്റെ ഒരു ബേസിക് നീഡ് അഡ്രസ്സ് ചെയ്യാൻ അയാൾ ഉണ്ടായിട്ടില്ല. എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാവണം. പക്ഷെ ആരായിട്ടാന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല.
പിന്നെ ഞാനും അത് റിയലൈസ് ചെയ്യാൻ കുറേ ടൈമായി. എനിക്ക് ഒരു കാര്യം കൂടി നിൻ്റെ അടുത്ത് പറയാനുണ്ട്. ബാ. എടാ ദുഷ്ടത്, നീയാണോ കട്ടെടുത്തേ? ഇതെനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടേണ്ടതായിരുന്നു. പിന്നെ ഇനി ഇതിലെന്താ നോക്കട്ടെ. അതെടുക്കരുത്. ചുമ്മാ പിടിച്ചേ. ദേഷ്യം പഠിപ്പിക്കല്ലേ. ഓ വേണ്ട 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 വേണ്ട, ഞാൻ വായിക്കാം. ഇതെന്താ? ഇല്ല ഇല്ല, ഞാൻ വായിക്കാം. എന്ത് എഴുതണമെന്ന് അറിയില്ല, എന്നാലും എൻ്റെ മനസ്സിലുള്ളത് ഞാൻ എഴുതുന്നു. ഐ ലവ് യു നിത്യ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നിനക്കത് അറിയോന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കിഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിന്റെ ഒപ്പം നടക്കാറുള്ളത്. പിന്നെ അത് ഒരുപാട് കൂടുതലായി. നീ എന്നോട് മിണ്ടിയില്ലെങ്കിലും എനിക്ക് നിന്നെ കേൾക്കാം. നീ ക്ലാസ്സിൽ വരാത്തപ്പോഴും ഞാൻ നിന്നെ കാണാറുണ്ട്. ഇപ്പോഴും വീട്ടിൽ പോയാലും നീ എൻ്റെ ഒപ്പമുണ്ട്. പഠിക്കാൻ പുസ്തകം എടുത്താൽ അപ്പോൾ ഓർമ്മ വരും. നിനക്ക് എന്നോട് ദേഷ്യമില്ല എന്നെനിക്കറിയാം. എനിക്ക് നിന്നോട് സ്നേഹം മാത്രമാണ്. ഇന്നലെ കളർ ഡ്രസ് ഇട്ട് വന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാൻ. ചുവപ്പിൽ വെള്ള പൊട്ടുകളുള്ള ഒരു പൂമ്പാറ്റയെ പോലെ ഉണ്ടായിരുന്നു. ഞാൻ കുറെ നേരം നോക്കിയിരുന്നു. എന്നോട് ഇഷ്ടം പറഞ്ഞില്ലെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടാൽ മതി. ഐ ലവ് യു. നീ എന്നെ സ്നേഹിക്കുമെന്ന വിശ്വാസത്തോടെ നിന്റെ സ്വന്തം ജിമ്മി. ഇന്നെന്താ പോവാഞ്ഞേ? നല്ല സുഖം തോന്നുന്നില്ല. പനിയുണ്ടോ? പനിയൊന്നുമില്ലല്ലോ, പിന്നെന്താ? ഫോൺ എടുത്തിട്ടെങ്ങടാ? ഇത് ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഹലോ ഹലോ. ജിക്കാക്കറോട് ഞാൻ മിണ്ടൂല. എന്നെ കാണാൻ വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലോ. ഞാൻ വരാന്നേ, ഞാൻ കുറച്ച് തിരക്കിലായി പോയി. അപ്പൊ എന്താ എന്നെ അങ്ങോട്ട് കൊണ്ടുപോവാത്തെ? ഞാൻ ഒരു ദിവസം കൊണ്ടുപോകാം. ഉമ്മച്ചി മാവിച്ചിക്ക് അവിടെ? ഇതാ അവിടെ ഉണ്ട്, കൊടുക്ക. വേണ്ട വേണ്ട, അവരെന്ത് ചെയ്യുന്നു? വാപ്പച്ചി ചായ അടിച്ചോണ്ടിരിക്കണ്. ഇന്ന് ഓടാനൊന്നും പോയില്ല. ഉമ്മച്ചി അടുത്തുണ്ട്. വാപ്പച്ചിക്ക് എന്ത് പറ്റി? ബസ് വരാറായി, വന്ന് കഴിക്കേ. ജിക്കാക്ക് എന്ന് വരുമോ? വരാം. ഞാൻ ഇതൊന്ന് ടേസ്റ്റ് നോക്കിയല്ലേ ഉള്ളൂ. ഞാൻ സ്കൂളൊക്കെ കഴിഞ്ഞ് നല്ല ടയർഡായിട്ട് വന്നേക്കാം. ഇനി എടുത്താ ഇടിക്കും. നിങ്ങൾക്കൊന്നും സ്നേഹത്തിന്റെ ഭാഷ അറിയില്ലേ മയ്യം? ഇല്ല. തനി അബ്ദുൽ ഖാദർ. അതന്നെ. ഇവിടെ മറിയം വന്നിട്ടുണ്ട്. അതെന്താ വീട്ടിൽ പോയില്ലേ? ഇല്ല, സ്കൂൾ വിട്ട് നേരെ ഇങ്ങോട്ടേക്ക് തന്നെ പോന്നു. ശരി, എന്നിട്ട് അവിടെ? ദേ ഇവിടെ ഉണ്ട്, ഞാൻ കാണിക്കാം. ആള് ചെറിയ ദേഷ്യത്തിലാ. ഇവിടുത്തെ സെറ്റപ്പ് ഒന്നും ആള് വിചാരിച്ച പോലെ നടന്നിട്ടില്ലല്ലോ. അതൊക്കെ നമുക്ക് ശരിയാക്കാന്ന് പറയുന്നേ. ബെസ്റ്റ് ടീമിനോടാ മയ്യം. ഹലോ, എന്താ സ്കൂള് കഴിഞ്ഞു വന്ന ക്ഷീണത്തിലാണോ? ഇവിടെ അങ്ങനത്തെ ഒരാളുണ്ട്, കാണിച്ചു തരട്ടെ. ഹായ് ഹായ്. എന്താ കഴിക്കണേ? സ്ട്രോബെറി മിൽക്ക് ഷേക്കും പിന്നെ പേസ്ട്രിയും. ഞാനും അമ്മ ലോക്കും കൂടി ബീച്ചിൽ പോവാൻ നിക്ക. നമുക്ക് പോണ ബീച്ച്. ആവശ്യമില്ലാത്ത ഐഡിയ ഒന്നും ഇട്ട് കൊടുക്കല്ലേ കേട്ടോ. അപ്പൊ നമുക്ക് പോകണ്ടേ? പോകാം. ഇപ്പൊ
നിങ്ങളൊരു ദിവസം ഇങ്ങോട്ട് വാ, നമുക്ക് എല്ലാവർക്കും കൂടി ബീച്ചിൽ പോവാം. അതെ ആ അപ്പൊ ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഇനി ഇറങ്ങിയില്ലെങ്കിൽ ഇവൻ പ്രശ്നം ഉണ്ടാക്കും. ബൈ ബൈ. അടുത്ത പ്രാവശ്യം എന്തായാലും ബീച്ചിൽ കൊണ്ടുപോകണം. അടുത്ത പ്രാവശ്യം എന്തായാലും ഞാൻ ബീച്ചിൽ കൊണ്ടുപോകും. ഓക്കെ ജിക്കൊക്കെ ഇഷ്ടം നിത്യ ചേച്ചീനാണല്ലേ? അപ്പൊ ഫിദത്താത്തയോ? പേൻസല്ലേ വൈകി കഴിഞ്ഞാൽ വായിച്ച് ചീത്ത പറയും. ഏ ബാപ്പച്ചി പിന്നെ ചീത്തൊന്നും പറയാറില്ല. ആണോ? ശരി ബൈ. എടോ, ശരിക്കും നമ്മുടെ പ്ലാൻ എന്താ? നമ്മളിത് പ്രൊസീഡ് ചെയ്യുന്നുണ്ടോ? ഒന്നിനും ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. എത്തിക്കും മോനും സുഖമല്ലേ? എൻ്റെ വീട്ടിൽ എൻ്റെ പ്രേമമൊക്കെ പിടിച്ചിട്ട് പാപ്പച്ചി എന്നെ നാട് കടത്തിയത് ദുബായിക്കായിരുന്നു. അവിടെ മൂത്തുമാരുടെയൊക്കെ റിലേഷനിലുള്ളൊരു കമ്പനിയിലായിരുന്നു. 6 വർഷമാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ നാട്ടിൽ വന്നിട്ടില്ല. അവിടെ അങ്ങനെ ആരുമായിട്ടും എനിക്കൊരു കമ്മ്യൂണിക്കേഷനൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാർഗോ ബോക്സിൻ്റെ ഇടയിലായിരുന്നു എൻ്റെ ജീവിതം ഈ 6 വർഷവും. അതൊക്കെ വിട്ട് ഞാൻ നാട്ടിലെത്തിയിട്ട് എനിക്ക് മനസ്സിലായ കാര്യം, എനിക്ക് മനുഷ്യരായിട്ട് കാര്യങ്ങൾ പറയാനും മിണ്ടാനും ഒരു ഇച്ചിരി പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും തന്നോടൊക്കെ എനിക്ക് കറക്റ്റായിട്ടൊന്നും മിണ്ടാൻ പറ്റാതെ. എടോ സോറി. ഒരു സോറി പറയാനാണോ ഇത്രയും കഥ പറഞ്ഞേ? ജിമ്മി ഇനി ജിമ്മിക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്താൽ മതി. തനിക്ക് വിഷമമൊന്നുമില്ലേ? വിഷമല്ല ഞാൻ പറയില്ല, ചില വിഷമൊക്കെ അങ്ങനെ കിടക്കും. ആ സാറില്ല. ഇവിടെ മുതൽ കാണാൻ പറ്റുന്നില്ലേ? ഇവിടെ ഇത്ര ഏരിയ ഉണ്ട് മൊത്തം. കുറച്ച് പണി പെൻഡിങ് ഉണ്ട്. ഇതാണ് ഓഫീസ് ഏരിയ. ഇത്രയുണ്ട്. നിന്റെ പ്ലാൻ എന്താ? കുറച്ച് പരിപാടികൾ. ഏതായാലും നീ കാറൊന്നും വെക്കാൻ നിൽക്കണ്ട, നമുക്ക് കാര്യങ്ങളൊക്കെ ശരിയാക്കാം. ഓഫീസിൽ എനിക്കൊരു ടേബിളും ചെയറും കൂടി ഇട്ടേക്ക്. മൂത്താപ്പനെയും കൊച്ചാപ്പനെയും കൂട്ടി കച്ചവടം തുടങ്ങണ്ട. നമുക്ക് നമ്മുടെ രീതിയിൽ കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. എന്തേ, എന്തു പറയണു? നീ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. ബാക്കി നമുക്ക് നോക്കാം. നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ? ശരി 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 ശരി. ഹലോ ജിക്കാക്ക. ഒരു പുതിയ വിശേഷമുണ്ട്. എന്താ? മിക്കാക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗാരേജ് തുടങ്ങാനുള്ള ഫണ്ട് മിക്കാക്ക് തരാന്ന് പറഞ്ഞു. ശരിക്കും? ഇതൊന്ന് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? പിന്നെ അല്ലാതെ. നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? പെട്ടെന്ന് റെഡിയാവും. ഞാൻ ദേ എത്തി. ഇപ്പൊ റെഡിയാവാം.
വാ. ഇരിക്കി ഇരിക്ക്. ഞാനിപ്പോ ഒരു ഷോറൂം തുടങ്ങുന്നുണ്ട് ഈ വിന്റേജ് കാറിന്റെ ഒക്കെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ ബെൻസ് കാണാൻ വേണ്ടി വന്നതാണ്. ഈ ബെൻസോ? അതെ, ഇത് സാറിന് വിന്റേജ് കാറുകളൊക്കെ ഇഷ്ടമാണല്ലേ? നീ ആരോടീ പറയണേ? അച്ഛൻ വണ്ടിയൊന്നും ഓടിക്കില്ല. ഇതെന്റെ ഒരു അമ്മാവൻ തന്ന വണ്ടിയാ. മതി മതി, പോയി ചായ കൊണ്ടുവന്നേ. ചായ വന്നോളൂ. അനിയത്തിക്കുട്ടി എന്ന് പറഞ്ഞപ്പോ ഇത്രയും ചെറിയ കുട്ടിയാന്ന് കരുതിയില്ല. ചായ കുടിക്കുമാനെ? ഇവിടത്തെ പറമ്പിലുണ്ടായ പഴാ. ഓ അല്ല, കല്യാണമൊന്നും ആയില്ലേ? ഇല്ല, ഞാൻ ഈ ബിസിനസിന്റെ തിരക്കൊക്കെ ആയിട്ട്. പെണ്ണുകാണലൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇക്കാക്കയും അനിയത്തിക്കുട്ടിയും കൂട്ടിയിട്ടാ പോവാറ്. ഓ ശരി. ജിക്കാക്ക ആഹാ, ഇവര് നല്ല കമ്പനിയായല്ലോ. മറിയങ്ങ് വന്നേ. എന്താ പഴംപൊരി കഴിക്കാത്ത? കഴിക്ക്. അതെന്താ, ഐസ്ക്രീമും ഷേക്കും മാത്രമേ കഴിക്കുള്ളൂ? വേറെന്താ ഇഷ്ടം? ആഹാ, ഒരു പഴംപൊരി കഴിച്ചാലേ നമുക്കൊരു റൗണ്ട് പോവാം.